വിദേശ രാജ്യത്തിലേക്കുള്ള കേന്ദ്ര പ്രതിനിധി സംഘത്തിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തിയതിൽ വിവാദം. കോൺഗ്രസ് നിർദ്ദേശിച്ച 4 പേരുകളിൽ ശശി തരൂരിന്റെ പേരില്ല എങ്കിലും കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട ലിസ്റ്റിൽ ഒന്നാമതായി ശശി തരൂരിന്റെ പേരെത്തുകയായിരുന്നു. 7 പ്രതിനിധി സംഘമാണ് വിദേശത്തേക്ക് പോകുന്നത്. ആനന്ദ് ശർമ്മ, ഗൗരവ് ഗൊഗോയ്, സയ്യിദ് നസീർ ഹുസൈൻ, രാജ ബ്രാർ എന്നിവരുടെ പേരുകളാണ് കോൺഗ്രസ് നൽകിയിരുന്നത്. അതേസമയം പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയതിൽ നന്ദി അറിയിച്ച് ശശി തരൂർ പോസ്റ്റ് ഇട്ടുകയും ചെയ്തിട്ടുണ്ട്. രാജ്യ താൽപര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന് സൂചിപ്പിച്ച് ജയ് ഹിന്ദ് പറഞ്ഞുകൊണ്ടാണ് തരൂരിന്റെ പോസ്റ്റ്. നോബൽ മാരിക്കാരനും PR സുനിലും വിവരങ്ങളുമായി. ആദ്യം PR സുനിലേക്ക്. സുനിൽ, ഇപ്പോൾ കേന്ദ്രം പ്രതിനിധി സംഘത്തെ തീരുമാനിക്കുമ്പോൾ അതിൽ ആദ്യ പേര് ശശി തരൂരിൻ്റെതാണ്. എന്നാൽ കോൺഗ്രസ് നൽകിയ ലിസ്റ്റിൽ ആ പേരില്ലായിരുന്നു താനും. നേരത്തെ തന്നെ ഇപ്പോൾ ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ട തരൂർ ഇട്ട പ്രതികരണങ്ങൾ, തരൂരിന്റെ പോസ്റ്റുകളെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നതുമായിരുന്നു. അതിന്റെ തുടർച്ചയായി ഇതിനെ കാണണ്ടേ? സ്മൃതി, തീർച്ചയായും കേന്ദ്ര സർക്കാർ കോൺഗ്രസ് പറയാതെ തന്നെ ശശി തരൂരിൻ്റെ പേര് ഉൾപ്പെടുത്തുകയായിരുന്നു. തീർച്ചയായും സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സമീപകാലത്തൊക്കെ തന്നെ ശശി തരൂർ മോദിയെ പരാമർശിച്ച്, മോദിയെ പുകഴ്ത്തിയൊക്കെ തന്നെ നടത്തുന്ന പരാമർശം കോൺഗ്രസിന് വലിയ തലവേദനകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഗുഡ് ബുക്കിലുള്ള ആളല്ല ഇപ്പോൾ ശശി തരൂർ. ഏതായാലും കോൺഗ്രസ് ഇപ്പോൾ വിദേശ പ്രതിനിധി സംഘത്തിലേക്ക് അയച്ച 4 പേരുകളും കേന്ദ്ര സർക്കാർ പരിഗണിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ ശശി തരൂരിന്റെ പേര് ഉൾപ്പെടുത്തുകയും ചെയ്തു. മനീഷ് തിവാരി, അതുപോലെ തന്നെ കോൺഗ്രസ് അംഗം അമർ സിംഗ്, പഞ്ചാബിൽ നിന്നുള്ള കോൺഗ്രസ് അംഗം അമർ സിംഗ് എന്നീ പേരുകളാണ് ഇപ്പോൾ ഈ പ്രതിനിധി സംഘത്തിന്റെ ഒരു പട്ടികയിലുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ കോൺഗ്രസ് ഞങ്ങൾ ശശി തരൂരിന്റെ പേര് നിർദ്ദേശിച്ചിട്ടില്ല എന്ന് അറിയിക്കാനായി തന്നെ ഞങ്ങൾ നിർദ്ദേശിച്ച 4 പേരുകൾ ഇതൊക്കെയാണ് എന്ന് ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുമ്പോൾ തീർച്ചയായും ഇത് കേന്ദ്ര സർക്കാർ നേരിട്ട് ശശി തരൂരിന്റെ പേര് ഉൾപ്പെടുത്തിയതാണ് എന്ന വസ്തുത വരികയാണ്. ഏതായാലും ഇപ്പോൾ PIB റിലീസാണ്, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ വിവരങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ റിലീസ് പുറത്തു വരുമ്പോൾ അതിൽ ആദ്യത്തെ പേര് ശശി തരൂരിൻ്റെതാണ്. അതുപോലെ തന്നെ മറ്റ് സുപ്രിയ സുലെ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിനിധി സംഘത്തെ നയിക്കുന്നുണ്ട്. രവിശങ്കർ പ്രസാദ് ഉണ്ട്, സഞ്ജയ് കുമാർ ജാ ഉണ്ട് JDUവിൻ്റെ, അതുപോലെ ബൈജയന്ത പാണ്ഡെയുണ്ട്, നേരത്തെ BJD നേതാവായിരുന്നു, ഇപ്പോൾ BJP നേതാവാണ്. അതുപോലെ കനിമൊഴിയുണ്ട്, DMK നേതാവ്, സുപ്രിയ സുലെ NCP, അതുപോലെ ശ്രീകാന്ത് ഷിൻഡെ ശിവസേന ഷിൻഡെ വിഭാഗം. അങ്ങനെ ഇത്രയും 7 നേതാക്കളാണ് പ്രധാനമായും 7 പ്രതിനിധി സംഘങ്ങളെ നയിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പട്ടികയിൽ തന്നെ ആദ്യത്തെ പേരായി ശശി തരൂരിൻ്റെ പേരാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശശി തരൂരിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പോകുന്നത് അമേരിക്കയിലേക്കും പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമാണ്. അപ്പോൾ ശശി തരൂരിനെ കേന്ദ്ര സർക്കാർ നേരിട്ട് ഉൾപ്പെടുത്തി. അതേസമയം കോൺഗ്രസ് നിർദ്ദേശിക്കാതെ തന്നെ ശശി തരൂരിൻ്റെ പേര് ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവാദം. ഏതായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ഒരു നിലപാട് കടുപ്പിക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ എന്ത് നീക്കത്തിലേക്ക് പോകും എന്നത് കാത്തിരുന്ന് കാണാം. അതേസമയം ഏറ്റവും രസകരമായ കാര്യം, ശശി തരൂർ ഇപ്പോൾ തന്നെ ഈ ഒരു പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് എക്സിൽ ഒരു പോസ്റ്റും ഇട്ടിട്ടുണ്ട്. ഈ ഒരു തീരുമാനം വലിയ ബഹുമതിയായി കാണുന്നു എന്നാണ് ശശി തരൂർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ വിവാദം എത്രത്തോളം കൊഴുക്കും എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇപ്പോൾ ശശി തരൂർ വീണ്ടും കോൺഗ്രസിന് തലവേദനയാകുന്നതാണോ, അതോ ശശി തരൂർ മറ്റെന്തെങ്കിലും തീരുമാനത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നതാണോ എന്നറിയാൻ കാത്തിരിക്കാം. ഏതായാലും കോൺഗ്രസ് ഇപ്പോൾ വളരെ കടുത്ത നിലപാടിലാണ്. തങ്ങൾ നിർദ്ദേശിക്കാത്ത പേരാണ് കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയത് എന്നാണ്. ഇന്നലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു സംസാരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ 4 പേരുകൾ നിർദ്ദേശിച്ചു എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറയുന്നത്. ആ 4 പേരുകളിൽ ശശി തരൂർ ഇല്ല. മാത്രമല്ല, കോൺഗ്രസ് നിർദ്ദേശിച്ചതിനപ്പുറത്തുള്ള ചില പേരുകൾ കൂടി കേന്ദ്ര സർക്കാർ നേരിട്ട് ഈ പട്ടികയിലേക്ക് കൊണ്ടുവന്നു എന്നതിന്റെ രാഷ്ട്രീയം ഏതായാലും കോൺഗ്രസിന് രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെ വ്യക്തമാണ്. നോബൽ മാരിക്കാരൻ കൂടി. നോബൽ, ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിലുള്ള സ്വാധീനം, വിദേശ രാജ്യങ്ങളുമായി സംസാരിക്കുന്നതിനുള്ള വൈദഗ്ധ്യം, ഇതൊക്കെ തരൂരിനെ ഇക്കാര്യത്തിൽ ഒന്നാമതാക്കുന്നുണ്ട്. ഇതിൽ രാഷ്ട്രീയം നോക്കിയിട്ടുണ്ട് കോൺഗ്രസ് എന്ന കാര്യം വ്യക്തമാവുകയാണ്. കാരണം ഇപ്പോൾ 71-ലെ യുദ്ധവുമായി ബന്ധപ്പെട്ട 71-ൽ ഇന്ദിരാഗാന്ധി എടുത്ത നിലപാടല്ല ഇപ്പോൾ മോദി എടുക്കുന്നത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ കോൺഗ്രസ് ഉന്നയിക്കുന്നതിനിടയിലാണ് 71 2025 എന്ന പ്രതികരണം നടത്തിയത് തരൂരാണ്. അതൊക്കെ തന്നെയും കോൺഗ്രസിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരുന്നു. അതിന്റെ തുടർച്ചയായി ഇതിനെ കാണേണ്ടി വരും. നേതാക്കൾ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് വരുമോ നോബൽ?
സ്മൃതി, കോൺഗ്രസും ശശി തരൂരും തമ്മിലുള്ള ബന്ധം ഒട്ടും നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് കേരളത്തിലെ സംഘടനാ വിഷയം ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ പോലും തരൂരിന് കൃത്യമായ താക്കീത് കോൺഗ്രസ് നൽകിയിരുന്നു. അത് ഈ പറഞ്ഞ 1971 ഇന്ദിരാഗാന്ധി നിലപാടുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ പാർട്ടിയുടെ നിലപാടിന് വ്യത്യസ്തമായ അഭിപ്രായം തരൂർ പറഞ്ഞതുകൊണ്ടാണ് അത്തരത്തിലൊരു താക്കീത് നൽകിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് പ്രതിനിധി സംഘവുമായി ബന്ധപ്പെട്ട ചർച്ചകളും വാർത്തകളും ഒക്കെ വരികയും ചെയ്യുന്നത്. ഇന്നലെ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുമായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഫോണിൽ സംസാരിക്കുകയും ഈ ഡെലിഗേഷനിലേക്ക് നേതാക്കളുടെ പേരുകൾ നിർദ്ദേശിക്കണമെന്ന് പറയുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 4 പേരുകൾ, ആനന്ദ് ശർമ്മ, അതോടൊപ്പം തന്നെ ഗൗരവ് ഗൊഗോയ്, സയ്യിദ് നസീർ ഹുസൈൻ, അതോടൊപ്പം തന്നെ രാജാബ്രാർ അടക്കമുള്ള പേരുകൾ എന്താണെങ്കിലും കോൺഗ്രസ് നൽകിയത്. ആ പേരുകൾ എന്താണെങ്കിലും കോൺഗ്രസ് നൽകുമ്പോൾ പ്രധാനമായും അത്തരത്തിൽ ശശി തരൂരിനെ പോലെ പ്രത്യേകിച്ച് UN പ്രവർത്തിച്ചുള്ള പരിചയം, അതോടൊപ്പം ലോകരാജ്യങ്ങളിലെ നേതാക്കളുമായുള്ള ബന്ധം, മികച്ച പ്രാസംഗികൻ, അതോടൊപ്പം തന്നെ ലാംഗ്വേജിലാണെങ്കിലും ഇംഗ്ലീഷിലുള്ള പാഠവും ഇതൊന്നും പരിഗണിക്കാതെ കോൺഗ്രസ് മറ്റ് 4 പേരുകൾ നൽകുകയാണ് ചെയ്തത്. സ്വാഭാവികമായും അത് തരൂരിനോടുള്ള കോൺഗ്രസിന്റെ അതൃപ്തി വ്യക്തമാക്കുന്നതാണ് എന്ന് തന്നെ വേണം നമുക്ക് വിലയിരുത്താൻ. മനഃപൂർവ്വം തന്നെ കോൺഗ്രസ് തരൂരിന്റെ പേര് ഒഴിവാക്കിയതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണെങ്കിലും ഇത് വലിയ ഒരു ആഭ്യന്തര കലഹം കോൺഗ്രസിൽ ഉണ്ടാക്കും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് തരൂർ ഇതിനോടകം തന്നെ കോൺഗ്രസുമായി അകന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഇനിയിപ്പോൾ വരുന്ന പ്രതികരണങ്ങൾ, അതായത് ഇപ്പോൾ തന്നെ എക്സിറ്റ് പോസ്റ്റ് ഇട്ടത് കേന്ദ്ര സർക്കാർ നന്ദി പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രതിനിധി സംഘത്തിന് വിട്ടുനിൽക്കില്ല എന്നും, പ്രത്യേകിച്ച് രാജ്യതാൽപര്യം മുൻകണ്ടുള്ള ഈ സംഘത്തിന് വിട്ടുനിൽക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം, ഒരു ബൈറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ബൈറ്റ് ഒരു പക്ഷേ കോൺഗ്രസിനെതിരെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത അടക്കം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതാണെങ്കിലും കോൺഗ്രസ് തരൂരിനെ മനഃപൂർവ്വം ഇതിൽ നിന്ന് ഒഴിവാക്കി അത്തരത്തിലൊരു പട്ടിക നൽകിയതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളെ തരൂർ തുറക്കുന്ന ആ അതൃപ്തി, അകൽച്ചയൊക്കെയാണ് ഇതിന് കാരണം എന്ന കാര്യത്തിലും നമുക്ക് യാതൊരു സംശയവും വേണ്ട. അതാണെങ്കിലും നിലവിലത്തെ പ്രശ്നങ്ങൾ അത് വലിയ തരത്തിൽ കോൺഗ്രസിലൊരു ആശങ്കയും തർക്കത്തിലേക്കും കാര്യങ്ങൾ പോകും. പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് അടക്കം നിലവിൽ തരൂർ അസംതൃപ്തനാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയും ചെയ്തത്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ദേശീയ തലത്തിൽ കൂടി കോൺഗ്രസിൽ ഇത്തരത്തിൽ തരൂരിന് എതിരായ നിലപാട് സ്വീകരിച്ചത്. അതായത് കേന്ദ്ര സർക്കാർ തരൂരിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് തരൂരുമായി കൂടുതൽ അടുക്കുന്നു എന്ന സൂചനകൾ കൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കേന്ദ്ര സർക്കാരുമായി പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ തരൂർ കേന്ദ്ര നിലപാടുകൾ, അതായത് സർക്കാരിനെതിരെ കോൺഗ്രസ് എടുത്ത നിലപാടിന് വിഭിന്നമായ നിലപാട് സ്വീകരിച്ച് സർക്കാരിനെ പുകഴ്ത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള. സ്വാഭാവികമായും ഇനിയും വരും ദിവസങ്ങളും ആ പുകഴ്ത്തൽ ഉണ്ടാകും. അത് കോൺഗ്രസിൽ വലിയ പ്രതിസന്ധിക്ക് കാരണമാകും. പ്രതിപക്ഷ നിലയിൽ കോൺഗ്രസ് സർക്കാരിനെതിരെ ഉയർത്തുന്ന ആരോപണങ്ങളുടെ മുന തന്നെ ഒടിക്കുന്നതായിരിക്കും ഇനിയിപ്പോൾ തരൂർ നടത്താൻ പോകുന്ന പ്രതികരണങ്ങൾ എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. ശരി, ഇപ്പോൾ പി ആർ സുനിലേക്ക് പോവുകയാണെങ്കിൽ, സുനിൽ, ഇപ്പോൾ UN രക്ഷാസമിതിയിലെ അംഗരാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന പങ്കാളി രാജ്യങ്ങളിലേക്കാണ് ഈ സർവകക്ഷി സംഘം പോകുന്നത്. ഈ സർവകക്ഷി സംഘത്തെ നയിക്കാൻ തരൂരാകട്ടെ നായകൻ എന്ന രൂപത്തിൽ കേന്ദ്ര സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നു. അത് തരൂരിന് ഇക്കാര്യത്തിലുള്ള ഒരു സ്വാധീനം, ആളുകളുമായുള്ള ബന്ധം, രാജ്യങ്ങളുമായുള്ള ബന്ധം, ഇതൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഘടകമായി അതിൽ വരുന്നുണ്ട്. അതിലപ്പുറം ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ കോൺഗ്രസിൽ നിന്നും പോകുന്ന ഒരു സാഹചര്യം, തരൂരിന് പോകുന്ന ഒരു സാഹചര്യം കോൺഗ്രസ് ഉണ്ടാക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുകയല്ലേ പൊതുവിൽ അതിനുള്ളൊരു സാഹചര്യമല്ലേ ഉണ്ടാകുക. അതും രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഈ ഇന്ത്യ പാക് വിഷയത്തിൽ ആണ് തരൂർ കോൺഗ്രസിൽ നിന്ന് പോകുന്നതെങ്കിൽ അത് കോൺഗ്രസിന് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കുക. അങ്ങനെ ഒരു സാഹചര്യം കോൺഗ്രസ് ഉണ്ടാക്കുമോ? സ്മൃതി, എന്തായാലും ഇക്കാര്യങ്ങളിൽ 2 കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനാകും. ഒന്നാമത്തേത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാഷ്ട്രീയ മര്യാദയുടെ ഒരു കാര്യമാണ് എന്നത് വാദിക്കാം. കാരണം രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നിരയിലെ രാഷ്ട്രീയ പാർട്ടികളെ ഇങ്ങനെയൊരു പ്രതിനിധി സംഘത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അതിനനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കുന്ന പേരുകളാണ് സർക്കാർ ഉൾപ്പെടുത്തേണ്ടത്. ആ അർത്ഥത്തിൽ ശശി തരൂരിൻ്റെ പേര് കോൺഗ്രസ് നിർദ്ദേശിച്ചിട്ടില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ നേരിട്ട് ഉൾപ്പെടുത്തി, അതും കോൺഗ്രസിൻ്റെ അനുമതിയില്ലാതെ കോൺഗ്രസിൻ്റെ ഒരു അംഗത്തെ ഉൾപ്പെടുത്തി എന്നത് കോൺഗ്രസിന് ഒരു ആരോപണമായി ഉന്നയിക്കാം. ആ അർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ മര്യാദ ലംഘിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്, മറുവശത്ത് ശശി തരൂരിനെ പോലെയുള്ള ഒരു നയതന്ത്ര തല നീക്കത്തിനൊക്കെ തന്നെ വളരെ കേപ്പബിളായ, വളരെ ശേഷിയുള്ള ഒരു നേതാവ് ഒഴിവാക്കുന്നത് ശരിയല്ല. മാത്രമല്ല, പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ശശി തരൂർ. ആ അർത്ഥത്തിൽ ശശി തരൂർ ഇത്തരമൊരു നീക്കത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് വിലയിരുത്തി കേന്ദ്ര സർക്കാർ നേരിട്ട് ഉൾപ്പെടുത്തി. പക്ഷേ അപ്പോഴും കോൺഗ്രസിൻ്റെ ഒരു അനുമതി കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ നേടേണ്ടതായിരുന്നു. കാരണം സർവകക്ഷി യോഗം വിളിച്ച് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിവരങ്ങളൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ വിശദീകരിക്കുകയും ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ എന്തായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സൂചന നൽകുകയും ചെയ്തു. അതിനുശേഷം എല്ലാ പാർട്ടികളും കേന്ദ്ര
സർക്കാരിന് ഒറ്റക്കെട്ടായി പിന്തുണ നൽകുന്നു, സൈന്യത്തിന്റെ നീക്കത്തിന് പിന്തുണ നൽകുന്നു. അപ്പോൾ രാജ്യത്തെ എല്ലാ പാർട്ടികളും, അതിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ പാർട്ടികളും കേന്ദ്ര സർക്കാരിന് ഒറ്റ മനസ്സോടെ പിന്തുണ നൽകിയ ശേഷമാണ് പിന്നീട് ഒരു വലിയ സൈനിക നീക്കമൊക്കെ തന്നെ നടക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ മര്യാദ കാട്ടിയില്ല എന്ന് കോൺഗ്രസിന് പറയാം. പക്ഷേ കോൺഗ്രസ് വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ അവഗണിച്ച സാഹചര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്ന് കേന്ദ്ര സർക്കാരിന് വാദിക്കുകയും ചെയ്യാം. ഏതായാലും ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം തീർച്ചയായും ശശി തരൂർ എന്ത് പറയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ശശി തരൂരിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ നീക്കമൊക്കെ തന്നെ ചില രാഷ്ട്രീയ സംശയങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ച് നടത്തുന്ന പരാമർശത്തിന് നേരത്തെ ശശി തരൂരിനെ കോൺഗ്രസ് ശാസിച്ചതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ 1971 യുദ്ധവുമായി ബന്ധപ്പെട്ട് രണ്ടഭിപ്രായം പറയുന്ന, കോൺഗ്രസിന്റെ അഭിപ്രായമല്ല ശശി തരൂർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ആ വിഷയത്തിൽ ശശി തരൂരിനെ കോൺഗ്രസ് ശാസിച്ചു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഒരു അതൃപ്തനായി ശശി തരൂർ തുടരുകയാണ് കോൺഗ്രസിൽ. ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിലേക്ക് അല്ലെങ്കിൽ BJP-യിലേക്ക് ശശി തരൂർ കൂടുതൽ അടുക്കുകയാണോ എന്നൊക്കെ വേണമെങ്കിൽ സംശയം തോന്നാവുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ദേശീയ തലത്തിൽ ഉരുത്തിരിഞ്ഞു അറിയേണ്ടത് ഇതിപ്പോൾ കോൺഗ്രസിന്റെ കാര്യത്തിൽ മാത്രമാണോ? കഴിഞ്ഞ ദിവസം രാവിലെ അംഗങ്ങളെ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആണ് പ്രതിപക്ഷ നേതാവിനോട് ഈ കാര്യം ആവശ്യപ്പെട്ടത്. അതായത് വിവിധ രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെടുന്നത് കിരൺ റിജിജു തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവാണ് 4 പേരുകൾ നൽകിയത്. അതായത് രാഹുൽ ഗാന്ധി നേരിട്ട് നൽകിയ പേരുകളാണ് എന്ന് ജയറാം രമേശ് തന്നെ എക്സ്പോസിൽ വിശദമാക്കുന്നുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി എടുത്ത തീരുമാനമാണിത്. അതിൽ ഒരു വ്യക്തത വരണം. അതോടൊപ്പം തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലും ആ പാർട്ടികൾ തന്നെ നിർദ്ദേശിച്ച പേരുകളാണോ വന്നിട്ടുള്ളത്? സ്മൃതി എന്തായാലും അക്കാര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും കോൺഗ്രസ് ആണ് ഇപ്പോൾ ഇക്കാര്യം പരസ്യമായി ഇപ്പോൾ ഈ 4 പേരുകൾ പുറത്തുവിട്ടുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്നലെ സമാജ്വാദി പാർട്ടി നിർദ്ദേശിച്ച പേര് സമാജ്വാദി പാർട്ടി പറഞ്ഞിട്ടുണ്ട്. ആ പേര് ഈ പട്ടികയിലുണ്ട്. ഏതായാലും കോൺഗ്രസ് പറയുന്നത് ഇപ്പോൾ ആനന്ദ് ശർമ്മയുടെ അടക്കമുള്ള, മുൻ വിദേശകാര്യമന്ത്രിയാണ് ആനന്ദ് ശർമ്മ, അപ്പോൾ ആനന്ദ് ശർമ്മയുടെ അടക്കമുള്ള പേരുകളാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസ് ആണ് ഇപ്പോൾ ഈ പേരുകൾ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ട് ഒരു നിലപാടെടുത്തിരിക്കുന്നത്, ഒരു രാഷ്ട്രീയ നിലപാടെടുത്തിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ നിലപാട് തന്നെയാണ്. തങ്ങൾ നിർദ്ദേശിച്ച പേരുകളല്ല കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയത് എന്ന് പറയാൻ. മനീഷ് തിവാരിയുടെ പേര് ഇപ്പോൾ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പഞ്ചാബിൽ നിന്നുള്ള അമർ സിംഗ്, ഈ പേരുകളൊന്നും കോൺഗ്രസിന്റെ പട്ടികയിൽ ഇല്ലാത്ത പേരുകളാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ നേരിട്ട് ചില പേരുകൾ കോൺഗ്രസിൻ്റെതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് തീർച്ചയായും ഒരു രാഷ്ട്രീയ മര്യാദയുടെ ലംഘനമായി കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കാൻ സാധ്യതയുണ്ട്. മറ്റു പാർട്ടികളും ഒരുപക്ഷെ ഇതിന് പിറകെ വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. NCP-യിൽ നിന്ന് സുപ്രിയ സുലെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് കനിമൊഴി DMK-യിൽ നിന്ന് കനിമൊഴിയുടെ പേരാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ DMK നേരത്തെ ജോൺ ബ്രിട്ടാസിന്റെ പേര് കൂടി നമ്മൾ കേട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന പട്ടികയിൽ ആ പേര് കാണുന്നില്ല. പേരില്ല എന്നാണോ? സ്മൃതി, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന 7 പേരുകൾ എന്നത് 7 പ്രതിനിധി സംഘങ്ങളെ നയിക്കുന്ന നേതാക്കന്മാരുടെ പേരുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അഥവാ 7 പേരുകളിൽ ശശി തരൂർ ഒരു പ്രതിനിധി സംഘത്തെ നയിക്കുന്നു, അതുപോലെ തന്നെ സുപ്രിയ സുലെ ഒരു പ്രതിനിധി സംഘത്തെ നയിക്കുന്നു, കനിമൊഴി ഒരു പ്രതിനിധി സംഘത്തെ നയിക്കുന്നു. അങ്ങനെ 7 പ്രതിനിധി സംഘങ്ങളാണ് രൂപീകരിക്കുന്നത്, MP-മാർ ഉൾപ്പെട്ട. അപ്പോൾ ശശി തരൂരിൻ്റെ നേതൃത്വത്തിലുള്ള സമിതിയിൽ കുറേ അംഗങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആ ഒരു കമ്മിറ്റിയിലായിരിക്കാം ഒരുപക്ഷെ ജോൺ ബ്രിട്ടാസ് ഒക്കെ തന്നെ വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിലെ അംഗങ്ങളായിരിക്കാം മുഹമ്മദ് ബഷീർ നയിക്കുന്നവരുടെ പേരുകൾ മാത്രമാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഇരു പാർട്ടികളിലും രാഷ്ട്രീയ നിലപാടുകളാണ് ഇതിൽ നിർണായകമായിരിക്കുന്നത്. രാഷ്ട്രീയം കളിക്കുന്നുണ്ടോ BJP? രാഷ്ട്രീയ നിലപാടാണോ ഇക്കാര്യത്തിൽ കോൺഗ്രസ് എടുത്തത് എന്നുള്ളത് വ്യക്തമാകേണ്ടതുണ്ട്. നേതാക്കളുടെ പരസ്യ പ്രതികരണം ഉണ്ടാകുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്.